തരുമായിരുന്നു. ഇപ്പൊ അവള് മോനെ തിരിച്ചോണ്ട് പോണ കണ്ടില്ലേ? മൂതേ. അല്ല സാറേ, സാറിന്റെ ഈ താടി മീശ എല്ലാവരുടെ കണ്ടിട്ട് എന്നോ എവിടെയോ വെച്ച ആരെയോ കണ്ടതുപോലെ ഓർക്കുന്നല്ലോ. ആരെയാ? അതല്ലേ സാറിനോട് ചോദിക്കുന്നത്. ആട്ടെ സാറേ, സാറിപ്പോ ട്രെയിനിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയാണോ? ചേട്ടൻ ഈ നാട്ടുകാരനല്ല അല്ലേ? ഇന്ന് ട്രെയിൻ വളരെ ലേറ്റ് ആയിരുന്നു ചേട്ടാ. പിന്നെ ചേട്ടോ, താമസിക്കാനുള്ള എന്ത് സൗകര്യം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഡബിൾ റൂം വേണോ, സിംഗിൾ റൂം വേണോ, ഈ നാടൻ വേണോ, വെളിനാടൻ വേണോ, 16 വേണോ, 20 വേണോ, 30 വേണോ, ഏത് ടൈപ്പ് വേണമെങ്കിലും കിട്ടും. ഫാമിലി ടൈപ്പ് വേണോ, കോളേജ് ടൈപ്പ് വേണോ, അതോ നാടൻ മതിയോ? അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. മദ്രാസ് വേണോ, കേരളം വേണോ, ആന്ധ്ര വേണോ, കന്നഡം വേണോ? പോണോ അവിടെ. കൊല്ലന്റെ ആലയിലാണോടാ സൂചി വിൽക്കാൻ വന്നിരിക്കുന്നത്? അയ്യോ എന്റെ ചേട്ടാ, നമ്മള് രണ്ടുപേരും ഒരേ നിയോജക മണ്ഡലത്തിലെ 2 സ്ഥാനാർത്ഥികളാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ചേടാ, പനി പിടിച്ചിട്ട് തണുപ്പ് സഹിക്ക വയ്യാതെ ഒരു കോട്ടെടുത്ത് ഇട്ടെന്ന് വിചാരിച്ചേ താൻ എന്നെ ഇത്രയും ശിക്ഷിക്കണം? ഞാൻ ഡബിൾ എമ്മയാ. ക്ഷമിക്കണം ചേട്ടാ, ഞാൻ വെറും എമ്മയാ. ചേട്ടൻ ഡബിൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായി, ജോലി വല്ലതും കിട്ടിയോ? ഒന്നും ശരിയായില്ല രാമ്പിള്ളേ. ഒരു സോഡ ഞാൻ. ജോലി കിട്ടിയിട്ട് പോരെ സോഡ? ദാഹിച്ചിട്ട് വെയ്യടൂ. ഇപ്പൊ തന്നെ 30 രൂപയോളം പറ്റിക്കഴിഞ്ഞു. അത് വീടിയിട്ട് മതി സോഡ. എന്ത് പറഞ്ഞടാ? ഇതാണ് ചേട്ടാ ലോകം. എന്ത് ചെയ്യാം? മര്യാദക്കാരനായി ജീവിച്ചിട്ട് എന്താ കാര്യം? ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി. വെറും 30 രൂപയ്ക്ക് വേണ്ടി ആ കടക്കാരൻ എന്തൊക്കെ പറഞ്ഞെന്നറിയാം? ചട്ടമ്പിമാർക്ക് ഇവിടെ സ്ഥാനമുള്ളൂ. വീണ്ടും സൈക്കിൾ ചെയ്യാൻ എന്റെ കയ്യിലെടുത്തെങ്കിലേ എന്റെ പഴയ സ്ഥാനവും മര്യാദയെല്ലാം തിരിച്ചു കിട്ടും. കുറച്ചു ദിവസങ്ങൾ കൂടി ഒന്ന് സമാധാനമായിരിക്കും. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കൊള്ളും. ദിവസവും ആ കടക്കാരന്റെ മുന്നിൽ കൂടെ വേണ്ടേ പോകേണ്ടത്? ഇതാ 30 രൂപയുണ്ട്. ഇതെവിടുത്താ? കുറച്ചു നാളായി പട്ടിയെ ഒരാൾ വിലക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കുഞ്ഞിനെ പോലെ നീ അതിനെ വളർത്തി, എന്നിട്ട് അതിനെ വിറ്റുണ്ടോ? നിസ്സാര ഒരു 30 രൂപ കാരണം നമ്മുടെ ലക്ഷ്യം തകരാൻ പാടില്ല. ശാന്തേ, ഇതുവരെ എവിടെയായിരുന്നു? എന്താ ഇത്ര താമസിച്ചത്? കോളേജിൽ നിന്ന് നടന്നാ വന്നത്. കോളേജിൽ നിന്ന് നടന്നു വന്നു? അതെ. ആട്ടെ, ബസ് കൂലിക്ക് വന്ന കാശ് എന്ത് ചെയ്തു? ചായ കുടിച്ചു. ആദ്യം ചായ കുടിയിലായിരിക്കും തുടങ്ങുന്നത്, പിന്നെ ചെലവ് കണ്ടമാനമാകും. അച്ഛൻ തരുന്ന 25 പൈസക്ക് എന്ത് കണ്ടമാനം കിട്ടും? എന്റെ കയ്യിൽ നിന്നും പോക്കറ്റ് മണി നിനക്ക് കിട്ടാൻ പോകുന്നില്ല. എങ്കിൽ പിന്നെ എന്താ താമസിച്ചു വന്നെന്നും ചോദിക്കരുത്. ഇനിയെങ്കിലും എന്നെ അകത്തേക്ക് വിടാമോ? എന്താ രാഘവല്ലേ, നിങ്ങളുടെ യൂണിയനൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? യൂണിയനോ? ഇടയ്ക്ക് അങ്ങനെ പാല് പിരിയുന്ന പോലെ പെരിയാറുണ്ട് സാറേ. നമസ്കാരം സാർ. നമസ്കാരം. നിങ്ങൾ ആരാ? മനസ്സിലായില്ല. ഓഹോ, അന്ന് രാത്രി ഇടവഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്റെ മക്കളുടെ ഭാഗ്യം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇരിക്കൂ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. അപ്പോ തൊഴിലൊക്കെ പണ്ടത്തെ പോലെ? അയ്യോ ഇല്ല സാർ, ഞാനതെല്ലാം നിർത്തി. നേരെ ചൊവ്വേ ജീവിക്കാനുള്ള ശ്രമമാണ് സാർ. പക്ഷെ എവിടെ ഒരു ജോലി കിട്ടുന്നില്ല. അങ്ങനെയാണോ? എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഓഹോ, ഒരിടത്ത് ഒരു സ്റ്റോർ അറ്റൻഡറുടെ ജോലിയുണ്ട്, ചെയ്യാമോ? ശരി.
പക്ഷേ 2000 രൂപ ഡെപ്പോസിറ്റ് കെട്ടേണ്ടി വരും. അതെങ്ങനെയും ഒപ്പിക്കാമോ? ഞാൻ ശ്രമിച്ചു നോക്കാം സാർ. ശരി, എന്നാൽ രൂപ കിട്ടിയ ഉടനെ എന്നെ ഒന്ന് കാണണം കേട്ടോ. ശരി. മാലതി, ഒരു സന്തോഷ വാർത്ത. എന്താ, ജോലി കിട്ടിയോ? ജോലി കിട്ടിയെന്ന് തന്നെ പറയാം. എന്നുവെച്ചാ? ഒരു ഫാക്ടറിയിലെ സ്റ്റോറിലാണ്. ഈ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നൊക്കെ ആയിരിക്കാം. ജോലി എന്തായാലും എന്താ, ജോലി ഉള്ളത് തന്നെ ഒരു അന്തസ്സല്ലേ. പക്ഷേ ഒരു കുഴപ്പം, എന്താണ്, ആ ഡെപ്പോസിറ്റ് ജോലി കിട്ടണമെങ്കിൽ 2000 രൂപ നമ്മൾ കെട്ടിവെക്കണം. 2000 രൂപയോ? അങ്ങനെ നിരാശപ്പെട്ടാൽ ശ്രമിച്ചു നോക്കാം. എന്നിത് രണ്ടാമത്തെ സന്തോഷ വാർത്തയാണെന്ന് ഞാൻ ആഹ്ലാദിക്കായിരുന്നു. രണ്ടാമത്തേതോ? ഒന്നെന്റെ ജോലി, മറ്റേത് 2 മാസമായി എന്റെ കുളി തെറ്റിയിട്ട്. 2 മാസമായി കുളി തെറ്റിട്ട്. എന്താ മനസ്സിലായില്ലേ? ഓ ഓ ഓ ഓ ഓ ഓ ഓ, അത് ശരി. ഞാൻ നോക്കട്ടെ. അത്ര അങ്ങ് ധൃതി വെക്കാതെ, ഇനിയും 6-7 മാസം കൂടെ കഴിയണം. അപ്പോൾ കുറച്ചിരിക്കുന്നപ്പ വരെ. ഇതാ ഇങ്ങനെ ഇരിക്കും. രൂപയ്ക്ക് എന്ത് ചെയ്യും? അല്ല, മണിച്ചേട്ടൻ പുതിയ സ്കൂട്ടറിലൊക്കെയാണല്ലോ സവാരി. നല്ല കോളാണെന്ന് തോന്നുന്നു. ആ, തൊഴിൽ അതൊക്കെ തന്നെ. ഒരു ചെറിയ പ്രമോഷൻ കിട്ടി. പുതിയ കാശുകാരുമായിട്ടുള്ള സമ്പർക്കമാണ്. അതിനനുസരിച്ച് വരവും കൂടി. ഒരു മാലതി പോയെന്ന് വിചാരിച്ച് ഞാൻ നശിച്ചു പോകുന്നില്ല. ഈ ബിസിനസ്സിൽ ചേട്ടന് ജയിക്കാൻ ആരാ? കൈമണി അടിക്കുകയാണോ? തുറന്നു പറയാമല്ലോ, വേലുവേട്ടന് ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ആ, അപ്പൊ ഇതുവരെ ചാപ്പാട് ചക്കാത്തിലായിരുന്നല്ലേ? ജോലി കിട്ടണമെങ്കിൽ 2000 രൂപ ഡെപ്പോസിറ്റ് കൊടുക്കണം. മണിച്ചേട്ടൻ ഒന്ന് സഹായിച്ചാൽ. 2000 എന്റെ അടുത്ത് എവിടെന്നാ? എനിക്കറിയാം, എന്നെ കൊണ്ട് ചേട്ടന് ഇപ്പോൾ ഒരു പ്രയോജനവും ഇല്ലല്ലോ. കറക്റ്റ്. നീ ഇപ്പൊ പറ, നീ പഴയ തൊഴിലിന് റെഡിയാണെന്ന്. നിനക്ക് എന്തൊക്കെ വേണം? എന്നോട് ഇങ്ങനെ സംസാരിച്ചെന്ന് വേലുവേട്ടൻ അറിഞ്ഞാൽ തന്നെ വെറുതെ വിടില്ല. ജീവിക്കാൻ വല്ല വഴിയും നോക്ക് മാലതി. എവിടെ? ഇപ്പൊ പറഞ്ഞാൽ നിന്റെ തലയെ കയറുമോ? 2 മാസം മുമ്പ് നീ വന്നിരുന്നെങ്കിൽ ചോദിച്ച കാശ് കിട്ടുമായിരുന്നു.